ശ്രുതി ശ്രുതി ഒരു +2 വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥിനിയാണ്. കേൾക്കുന്ന അമ്മമാരും ചേച്ചിമാരും സഹോദരിമാരും ഒക്കെ ആ മോളുടെ കൈയൊന്ന് പിടിക്കുക. മോൾക്ക് വേണ്ടിയിട്ട് മോളുടെ കൂടെ നമുക്ക് സഞ്ചരിക്കാം. കുട്ടികളൊക്കെ അങ്ങനെ അയച്ചു തരുമ്പോൾ നമ്മൾ വേണം അവരെ ഒന്നിച്ച് കൊണ്ടുപോകാൻ. എനിക്ക് 17 വയസ്സുണ്ട്. എൻ്റെ പേര് ശ്രുതി എന്നാണ്. ഞാൻ സാറിൻ്റെ വലിയൊരു ആരാധികയാണ്. അമ്മയോടൊപ്പം ഫേസ്ബുക്കിലെ കാര്യങ്ങൾ യാതൊരു മടുപ്പുമില്ലാതെ എല്ലാ അനുഭവക്കുറിപ്പും കേൾക്കാറുണ്ട്. എത്ര ആയാലും യാതൊരു മടുപ്പും തോന്നാതെ നമ്മുടെ ഉള്ളിൽ ഉണ്ണിക്കണ്ണനോടുള്ള ഭക്തിയും വീണ്ടും ശക്തമാക്കുന്ന രീതിയിൽ അത്ര മനോഹരമായിട്ടാണ് സാറിൻ്റെ വിവരണം. എന്ത് രസമാണെന്നോ അതൊക്കെ കേൾക്കാൻ. എൻ്റെ ചെറിയ ഒരു അനുഭവം പങ്കുവയ്ക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പറയുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. 8 വർഷമായി എൻ്റെ ശരീരത്തിലെ ബ്ലഡിൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നില്ല. അതിനായി പുറത്തു നിന്നാണ് ഇൻസുലിൻ കൊടുക്കുന്നത്. ഈ ഡയബറ്റീസ് ട്രീറ്റ്മെൻറ്റിനായി ഞാൻ പോകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. ഈ കഴിഞ്ഞ 3 മാസത്തിലെ എൻ്റെ ഷുഗറിൻ്റെ ലെവൽ ലിമിറ്റിനപ്പുറം കഴിഞ്ഞു പോയിരുന്നു. ഉറപ്പായും എന്നെ അവിടെ അഡ്മിറ്റാക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ തവണ ചെന്നപ്പോൾ ഷുഗറിൻ്റെ ലെവൽ ഇത്രയും അധികം കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായും നിന്നെ അഡ്മിറ്റാക്കുമെന്നാണ് അമ്മയും പറഞ്ഞത്. അഡ്മിറ്റാക്കുമെന്ന് ഉറപ്പോടെ അത്യാവശ്യ സാധനങ്ങളുമായി ഞാനും എൻ്റെ അമ്മയും വീട്ടിൽ നിന്നിറങ്ങി. പോകുന്ന വഴികളിലെല്ലാം ഗുരുവായൂരപ്പനെ വിളിക്കാത്ത നിമിഷങ്ങളില്ല. മനന്നൊന്നായിരുന്നു ഓരോ നിമിഷവും വീട്ടിൽ നിന്നിറങ്ങിയ ശേഷം ഉണ്ടായത്. അമ്മ സങ്കടവും ദേഷ്യവും കൊണ്ട് എന്നോട് മിണ്ടാതെയായിരുന്നു. ഞങ്ങൾ പോയിരുന്നത് അങ്ങനെയാണ്. ഏകദേശം അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മളുടെ നമ്പർ വിളിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. നമ്പറിൽ വിളിച്ചു. നമ്മൾ അകത്തേക്ക് കയറി. ഇതിൻ്റെ സാഹചര്യം കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടോ. ഇതിൻ്റെ സീരിയസ് എന്താണെന്ന് എനിക്കറിയില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവരെനിക്ക് കുറച്ച് സമയം തന്നു. കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഇനി നിനക്ക് അവസാനമായിട്ടൊരു ചാൻസ് നൽകി. അടുത്ത തവണ വരുമ്പോൾ ഇതിൽ നിന്ന് കുറഞ്ഞാൽ എല്ലാം ശരിയാക്കി വേണം വരേണ്ടത് എന്ന് അവർ പറഞ്ഞു. അഡ്മിറ്റ് ആക്കിയില്ലെങ്കിൽ ഉറപ്പായും ഞാൻ എൻ്റെ വീട്ടിൽ പോയി ത്രിമധുരത്തിൽ എൻ്റെ അനുഭവക്കുറിപ്പ് പറയുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത തവണ വരുമ്പോൾ എല്ലാം നോർമലാക്കണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. എന്താ പറയുക, ഭഗവാൻ കാത്തു. നടന്നു വരുന്ന വഴി ഇന്നേ വരെ ഞാനും എൻ്റെ അമ്മയും ആ സ്ഥലത്ത് കണ്ടിട്ടില്ലാത്ത ഒരു മഞ്ചാടി നമ്മുടെ കണ്ണിൽപ്പെട്ടു. അമ്മ അതിനെ കൈകളാൽ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചു ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചു. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ആകാശത്ത് കൃഷ്ണപ്പരുന്തുകൾ പാറി പറക്കുന്നതായി കണ്ണുപെട്ടു. ഇതിൻ്റെയൊക്കെ അർത്ഥം കൈവിടാതെ കൂടെയുള്ളത് എന്ന് മഞ്ചാടിയും കൃഷ്ണപ്പരുന്തും ഒക്കെ ഭഗവാൻ കാണിച്ചു തന്നല്ലേ. കൃഷ്ണനോടുള്ള ഭക്തി ഒരിക്കലും കുറയുന്നില്ല. മതിയാവാതെ സ്നേഹിക്കുക തന്നെയാണ്. എൻ്റെ അസുഖം പൂർണ്ണമായി മാറിയാൽ ഉറപ്പായും എൻ്റെ രണ്ടാമത്തെ അനുഭവം പങ്കുവയ്ക്കുന്നതായിരിക്കും. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണമെന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഞാനൊന്നും പറയുന്നില്ല. 17 വയസ്സുകാരിയുടെ സ്നേഹവും എല്ലാം നിങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങൾക്കും കൂടെ വേണ്ടിയുള്ളതാണ്. ആ കുട്ടി ഭഗവാനെ അത്രയും സ്നേഹിക്കുന്നുണ്ട്. ഒന്നും പറയാനില്ല. ഹരേ കൃഷ്ണ.